ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഈ കരാർ വിശേഷിപ്പിക്കുന്നത്. ആഗോള വ്യാപാര രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നിർണായക ചുവടുവയ്പ്പാണ് പുതിയ കരാർ. അമേരിക്കൻ വിപണിയിലെ നികുതി വർധനവിനും ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതും ഇതിലൂടെ പരിഹാരമാകും. ഡൽഹിയിൽ നടക്കുന്ന ഉന്നതതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റണിയോ കോസ്റ്റ എന്നിവർ പങ്കെടുത്തു. വ്യാപാര കരാറിന് പുറമെ തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം, തൊഴിൽ വിസകൾ എളുപ്പമാക്കുന്നതിനുള്ള നടപടികൾ എന്നിവയും പൂർത്തിയാക്കി. 2007 ആരംഭിച്ച ചർച്ചകളാണ് ശുഭകരമായി തീർന്നത്. ചരക്ക്, വ്യാപാരം, സേവനം, നിക്ഷേപങ്ങൾ തുടങ്ങി 24 അധ്യായങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. നിയമവാഴ്ചയോടുള്ള പൊതുവായ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നതാണ് വ്യാപാര കരാറെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കെമിക്കൽസ്, പദാർത്ഥങ്ങൾ, പാദരക്ഷകൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, മെഷീനറി എന്നിവയ്ക്ക് കരാർ വലിയ നേട്ടമാകും. നിലവിൽ യൂറോപ്പ് ഇവയ്ക്ക് ചുമത്തുന്ന 10% നികുതിയും ഇല്ലാതാകും. കരാറിലൂടെ യൂറോപ്യൻ യൂണിയനും ഭാരതത്തിനും ഇടയിലുള്ള നിക്ഷേപം വർദ്ധിക്കും. വരുന്ന 5 വർഷത്തിനുള്ളിൽ മികച്ച സഹകരണം ആയിരിക്കും ഇരുകക്ഷികളും തമ്മിലുണ്ടാവുക. പൊതു ഗവേഷണ പദ്ധതികൾക്കായി 100 ബില്യൺ യൂറോയുടെ സഹായം ഉറപ്പാക്കും. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് സഹകരണം ഉറപ്പാക്കും. ഇതിലൂടെ വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും ധാരാളം സാധ്യതകൾ തുറക്കും.